ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വേദൂട്ടി സ്കൂൾ വിട്ട് വന്ന ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ വേദൂട്ടി സ്കൂൾ വിട്ട് വന്ന ശേഷം നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോംവർക്ക് വല്ലതുണ്ടോ, അതുപോലെ പഠിക്കാൻ വല്ലതുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചത്, റിവിഷൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് ബുക്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദൂട്ടിയാണെങ്കിലോ റൂം അടച്ചിട്ട് അവിടെ എന്തോ ചെയ്യുകയാണ് കാര്യമായിട്ട്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോഴത്തേനും നല്ല ഡാൻസാണ് കേട്ടോ. മൊബൈലിൽ പാട്ടൊക്കെ വെച്ചിട്ട് വാതിലൊക്കെ അടച്ച് നല്ല ഡാൻസാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഡാൻസൊക്കെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പണിയിലോട്ട് ഞാൻ പോയി. വൃത്തിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്കൽവാടി വിട്ട് വന്ന ശേഷമാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് എൻ്റെ പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. രാത്രിക്കുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. വേദൂട്ടിക്ക് ചെറിയ രീതിയിലൊരു ചുമയുണ്ട്. അപ്പോൾ ഞാൻ അവൾക്കുള്ള പനിക്കൂർക്കയും അതേപോലെ തന്നെ കരിന്തുളസിൻ്റെ ചാറെടുത്തിട്ട് അവൾക്ക് കുടിക്കാൻ കൊടുക്കുകയായിരുന്നു. 2 ദിവസമായിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് കുറവൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലൊരു തുടക്കമാണ് ചുമൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് മരുന്ന്. ബോർഡ് താഴെ പോയപ്പോൾ സമാധാനമായില്ലേ? നീ അങ്ങനെ എടുക്കും വെതുപോള്? നീ തന്നെ ഇട്ട്, നീ മെല്ലെ പറ്റി ഇറങ്ങിയിട്ട് എടുത്തിട്ട് വാ. അച്ഛനെ വിളിക്ക്, എടുത്തു തരാൻ പറ. അങ്ങനെ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. വിളക്ക് കൊളുത്താനുള്ള ടൈം ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് പോയിട്ട് വിളക്ക് കൊളുത്തുകയാണ്. അത് കഴിഞ്ഞ ശേഷം വേദൂട്ടിനെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് നേരം ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കലൊക്കെ കഴിഞ്ഞ ശേഷം വേഗം ഒന്ന് ഫുഡൊക്കെ കൊടുക്കുകയാണ് രണ്ടുപേർക്കും. അറിയില്ല, ചപ്പാത്തിയും അത് വലിക്കല്ലേ? അങ്ങനെ ഷോപ്പൊക്കെ സുമേഷേട്ടൻ അടച്ച ശേഷം ഞങ്ങൾ 4 പേരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുമേഷേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പുറത്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ 9 മണിക്കാണ് കട അടയ്ക്കാറ്. ഇന്ന് 8:30 കുറച്ച് നേരത്തെ തന്നെ കട അടച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ വെള്ളമുണ്ട്, ശരി കയറ്. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അടുത്തുള്ള ഷോപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. വേദൂട്ടിക്ക് സ്കൂളിലേക്കായിട്ടൊരു ബ്ലാക്ക് കളർ ചെരുപ്പ് വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ കൂടെയാണ് നമ്മൾ പോകുന്നത്. മഴയായതുകൊണ്ട് തന്നെ വേദൂട്ടിക്ക് മഴയുള്ള ദിവസം ഇടാനായിട്ട് ഒരു ബ്ലാക്ക് കളർ ചെരുപ്പ് വേണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
സാധാരണ വാങ്ങുന്നത് ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. സ്റ്റെപ്സ് എന്ന കടയിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കാറ്. നമ്മൾ വരാൻ വൈകിയത് കൊണ്ട് തന്നെ ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കടയിൽ പോയിട്ടാണ് വേദൂട്ടിക്കുള്ള ചെരുപ്പ് കിട്ടിയത്. അത് കറക്റ്റാണല്ലോ. അങ്ങനെ വേദൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ വീട്ടിൽ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് ചെറിയൊരു തട്ടുകടയിലോട്ടാണ് കേട്ടോ. അവിടെ പോയിട്ട് മുട്ട ബജി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കും. ഒരു പഴംപൊരി ഒന്നും മതി. ഇല്ല, അവര് 4 മുട്ട ബജി ചമ്മന്തി എല്ലാത്തിലും വേണ്ട. എന്താ ഏതാണ് വേണ്ടത്? ഏതാ വേണ്ടം പറഞ്ഞത്? വാ കാണിച്ചാ. അങ്ങനെ മുട്ട ബജിയൊക്കെ കഴിച്ച ശേഷം വീട്ടിലോട്ട് അച്ഛനും അമ്മയ്ക്കുള്ള മുട്ട ബജി പാഴ്സൽ വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയത് തിയേറ്ററിലോട്ടാണ്. നാളെ ജനനായകൻ സിനിമ റിലീസാണല്ലോ. അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ വലിയ രീതിയിലല്ല, ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി സിനിമ നെറ്റിൽ ഓൾറെഡി വന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് അവിടെ കാര്യമായിട്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾക്ക് 4 ടിക്കറ്റ് ഉള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ സിനിമ ഫുള്ള് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ വിജയൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് 4 ദിവസത്തിലധികം തിരക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഓൾറെഡി നെറ്റിൽ വന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമ നെറ്റിൽ ആരോ റിലീസ് ചെയ്ത് വിട്ടില്ലേ, അതുകൊണ്ട് അതിൽ കുറേ ആൾക്കാർ കണ്ടത് കൊണ്ടാണ് തിരക്ക് കുറച്ച് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.